ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണവ, എന്താ മാഡം? നവീനാണ് സംസാരിക്കും. സ്പീക്കറിൽ ഹലോ. ഗാഥ, എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ വല്ലാത്ത ടെൻഷനില്ല. എന്തുപറ്റി? അത് നേരിട്ട് പറയാം. താൻ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരും വേണം. ഗാഥയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് ചെല്ലാന്ന് പറ. അതെ, ഞാൻ അങ്ങോട്ട് വരാം നവീൻ. ഓക്കെ. ഏറ്റവും അടുപ്പുള്ള ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എന്റെ തല പൊട്ടിപ്പോവും. പ്ലീസ് ഗാഥ, പ്ലീസ് കം. മമ്മി എന്തിനാ അങ്ങോട്ട് ചെല്ലാന്ന് പറയാൻ പറഞ്ഞത്? നവീൻ ഇങ്ങോട്ട് വന്ന എന്താ കുഴപ്പം? വേണ്ട മോളെ, നവീൻ ഇങ്ങോട്ട് വന്നാ ഏതെങ്കിലും രീതിയിൽ നിന്നെ കാണാൻ സാധ്യതയുണ്ട്. ഒരു സംശയം നവീന് തോന്നിയാ നമ്മൾ ഈ പാടുപെടുന്ന ഒക്കെ വെറുതെയാവും. കൃഷ്ണ പോയിട്ട് വരട്ടെ. നോ മമ്മി, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ തനിച്ചുവിടാൻ സമ്മതിക്കില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഗാഥ മാഡം, കൃഷ്ണ പോയിട്ട് വരട്ടെ. ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുഴപ്പമുണ്ടാവില്ലേ? നവീന്റെ മുന്നില് ഇവളെ എന്തിനും തയ്യാറായി ചെന്ന് നിന്നാ വീണ്ടും നവീൻ ഇവളെ തൊടില്ലേ, കെട്ടിപ്പിടിക്കില്ലേ? ഞാൻ മാറി നിന്നോളാം. പക്ഷേ നവീന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. നീ നവീന് ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യണ്ട. അപ്പൊ നവീന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ നവീനോട് വെറുപ്പ് കാണിച്ചാ അത് ആർക്കാ ദോഷം? ഞാൻ വേണമെങ്കിൽ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്നെ നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊക്കെ പറയാം. പിന്നെ എന്നോടൊന്നും പറയാൻ വരണ്ട. മോളെ, അത്യാവശ്യം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കൃഷ്ണ ഇപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ. അവള് പോയിട്ട് വരട്ടെ. കൃഷ്ണ കാഴ്ചയിലും സംസാരത്തിലും ഗാഥ മാഡത്തെ പോലെയാണല്ലോ, പിന്നെന്താ? കൂടുതൽ സംസാരിക്കണ്ട. ഇപ്പൊ സിനിച്ചേച്ചിക്ക് എന്നേക്കാൾ കൂടുതൽ കൂറ് ഇവളോടാ. അത് ഗാഥ മാഡത്തിന് വെറുതെ തോന്നുന്നതാ. എനിക്ക് ഗാഥ മാഡം തന്നെയാ വലുത്. നോക്ക്, ഗാഥയുടെ ടെൻഷൻ എന്താന്ന് നീ മനസ്സിലാക്കിയാ മതി. നിന്റെ പെരുമാറ്റത്തില് അവിടെ ആർക്കും സംശയം ഉണ്ടാവാനും പാടില്ല. കളരിക്കൽ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അത്രയും സംഭവിച്ചാ മതി. മനസ്സിലായോ? എന്നെ കൊണ്ടാവുന്ന പോലെ പരിശ്രമിക്കാം. പിന്നെ എല്ലാം സമയം പോലെ ഇരിക്കും. എന്നാ ഞാൻ പോയിക്കോട്ടെ. നീ എവിടെയെന്ന് വെച്ചാ പോയി തൊലേ. എന്റെ ഗതികേട് അല്ലാതെ എന്ത് പറയാനാ?